അനീസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോണെന്നുള്ളത് ഞാനല്ല പറയുന്നത്, അനീതിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ പറഞ്ഞോളൂ. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് യെല്ലോ കളർ ചാർട്ട് പേപ്പർ ആണ്. അത് നമ്മുടെ ഒരു കളർ ചാർട്ട് പേപ്പർ ആണല്ലോ. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. ബൈ. ഇങ്ങനത്തെ ഒരു പേപ്പർ നിങ്ങൾക്ക് ഇല്ലാന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ബുക്കിൽ നിന്ന് നിങ്ങളിപ്പോൾ പഠിക്കുന്ന ബുക്കായാലും നിങ്ങൾക്ക് പഠിക്കുന്ന ബുക്കിൽ എടുക്കേണ്ട നിങ്ങൾക്ക് ഒരു റഫ് ഉണ്ടെങ്കിൽ, വൈറ്റ് കളർ വെറും ഇങ്ങനെ ഇരിക്കുന്ന റഫ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൂടെ യൂസ് ചെയ്തോളൂ കേട്ടോ. അപ്പം അടുത്ത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ കുറച്ച് അടിച്ച് വെച്ച് പേപ്പർ എടുക്കുക കേട്ടോ. കാരണം ഇത് നല്ലൊരു പേപ്പറാണ്. അപ്പം ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പം എന്തായാലും നമുക്ക് ആ പേപ്പർ എടുത്തുകൊണ്ട് വരാം. ഇത് ഇനി തുടച്ച് കളഞ്ഞാൽ ഇത് പോവുള്ളൂ, അല്ലാതെ പോവില്ല. ഫുള്ളായിട്ട് പെയിന്റ് അടിക്കണം. അടിച്ചിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. ഓക്കെ, ബൈ. മുടിയൊക്കെ ഇട്ട് വെച്ചിട്ട് അപ്പൊ ചേട്ടൻ ഇപ്പൊ ക്ലാസ്സിലായിരുന്നു. അപ്പൊ വേഗം വന്നിട്ടാണ്, ക്ലാസ് കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ചാർട്ട് പേപ്പർ ഒരുവിധം കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് ഉണ്ടല്ലോ ഇതേപോലത്തെ സ്പോഞ്ച് എടുത്തിട്ട് ഇതെന്തൊന്നാടി? അത് ഞാനുണ്ടല്ലോ അത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേ ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ട് വെറുതെ കാണിച്ചു വെക്കുന്നതാ ഒരു കളറ്. അപ്പൊ എവിടേക്കോ എന്തൊക്കെയോ ചാർട്ട് പേപ്പർ ആണോ ഇത്? ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇതേമാതിരി ഒന്ന് തുടച്ചു കൊടുക്കും. അപ്പൊ ഇതില്ല, ഇങ്ങനത്തെ സ്പോഞ്ച് ഇല്ല എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. ഡോൾ ഉണ്ടാക്കിയ ഒരു സ്പോഞ്ച്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇവള് പറഞ്ഞ സ്പോഞ്ച് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ പല്ലേക്കുന്ന ടൂത്ത് ബ്രഷ് ഇല്ലേ, അത് വെച്ചിട്ട് അതിൽ ഉരച്ചാൽ മതി. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.